മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഫാത്തിമ കടന്നു വരുമ്പോൾ ആ നടത്തം കഅന്ന മിശ്യതഹാ മിശ്യതു റസൂലില്ലാഹ്, അത് അല്ലാഹുവിൻ്റെ റസൂല് നടക്കുന്ന നടത്തമാണ് ഫാത്തിമ നടക്കുന്നത്. ആ ശബ്ദം ഹബീബിൻ്റെ ശബ്ദം പോലത്തെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഖണ്ഡമിടറി കരയുമായിരുന്നു നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇത് മഹബ്ബത്താണ്, മദീനയോടുള്ള അഭിനിവേശം. ഇതിനാണ് മദീന പാഷൻ എന്ന് പറയാം. പാഷൻ എന്നത് അഭിനിവേശമാണ്, ആഗ്രഹമാണ്, ഹുബ്ബാണ്. ആ ഹുബ്ബിന് അതിരുകളില്ല. അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ അതിരുകളില്ല. എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കണം? ആ ഹബീബിനെ കുറിച്ചല്ലയോ അല്ലാഹു പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സമയകാലങ്ങൾക്ക് അതീതനാണ് അല്ലാഹു. സമയം സൃഷ്ടിച്ചവനാണ് അല്ലാഹു. സമയമില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. സമയമുണ്ടാകുന്നതിൻ്റെ മുമ്പ് റബ്ബുണ്ട്. സമയത്തിന് മുമ്പ് റബ്ബുണ്ട്. ലാ ശൈഅ ഖബ്ലഹു വലാ ശൈഅ ബഅദഹു. ക്വാണ്ടം ഫിസിക്സ് എന്ന് ചർച്ച ചെയ്യുന്ന വലിയ വിഷയം സമയം സൃഷ്ടിക്കപ്പെട്ട സാധനമാണെന്നാണ്. മഹാനായ അല്ലാമ അബൂബക്കറിൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമയം മഖ്ലൂഖാണ് എന്ന് സമർത്ഥിച്ച മഹാനാണ്. ഇന്ന് നമ്മൾ കണ്ടെത്തിയ സമയം ഉണ്ടായ സാധനമാണ്. സമയം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ഇമാമിയങ്ങളത് നേരത്തെ ചർച്ച ചെയ്തു പോയതാണ്. അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും നബിയെ അങ്ങയുടെ മേൽ സ്വലാത്തും സലാമും വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടവരാ. അവർ എന്നാണോ പടക്കപ്പെട്ടത് അവിടെ മുതൽ അവർ സ്വലാത്ത് ചൊല്ലുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സമയം ബാധകമല്ലാത്ത അല്ലാഹു ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ എന്നൊന്നും പറയപ്പെടാൻ സാധ്യമല്ലാത്ത റബ്ബ്, സമയത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു, ആ റബ്ബ് ഹബീബിൻ്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവക്ഷ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹബീബിൻ്റെയും ജന്മത്തിന് മുമ്പ്, ഹബീബ് ലോകത്തേക്ക് വരുന്നതിന് മുമ്പ്, ആദം അലൈഹിസ്സലാമിൻ്റെയും സൃഷ്ടിപ്പിൻ്റെ മുമ്പ് സമയം തുടങ്ങുന്നത് സിംഗുലാരിറ്റിയിൽ നിന്നാണെങ്കിൽ സിംഗുലാരിറ്റിക്ക് മുമ്പുള്ള കാലഘട്ടം മുതൽ അനന്തമായ പാസ്റ്റ്, ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് പോലും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത അതിഗംഭീരമായ അനന്തശൂന്യതയിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ മുമ്പൊന്നില്ല, അള്ളാഹുവിൻ്റെ ശേഷവും ഒന്നില്ല. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ. അങ്ങനത്തെ റബ്ബ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ വ്യാപ്തി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചൊല്ലുന്ന പോലെയല്ലത്. അത് നമ്മുടെ മരണം കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ ജനനത്തിന് ശേഷമേ അതിന് സാധ്യത പോലുമുള്ളൂ. എന്നാൽ സമയം ബാധകമല്ലാത്ത റബ്ബാണ് പറയുന്നത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മുടെ ഒരു ശുപാർശയും ഹബീബിന് ആവശ്യമില്ല. സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും അർത്ഥം എന്താ? മൗലായ സ്വല്ലി, ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ നീ രക്ഷയും കരുണയും വർഷിക്കണമേ. വസല്ലിം ദായിമൻ, എപ്പോഴും സ്വലാത്തും സലാമും വർഷിക്കണമേ. അലാ ഹബീബിക, നിന്റെ ഹബീബായ നബിയുടെ മേൽ. ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, എല്ലാവരെക്കാളും ഉത്തമരായ ഹബീബിൻ്റെ മേൽ അല്ലാഹുവേ നിന്റെ സ്വലാത്തും സലാമും ഞങ്ങളുടെ മൗലയായ റബ്ബേ നീ വർഷിക്കണമേ. ഹബീബിന് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യാണോ ഇത്? ഒരിക്കലുമല്ല. ഹബീബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ഇത്? അല്ല. ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം, ഹബീബിന് വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം നമ്മൾ ആരാണ്? ഈ സ്വലാത്ത് പോലും മുസ്ലിമായ മുഅ്മിനായ ആണും പെണ്ണും മുത്തുനബിയോട് തിരിച്ചു കൊടുക്കേണ്ട കടപ്പാടിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ്.
അവിടുന്ന് നമുക്ക് നൽകിയതിന് തിരിച്ചു കൊടുക്കാൻ എന്താണ് കയ്യിലുള്ളത്? മദീനയിൽ ഒരു സ്വഹാബിയുടെ ജനാസ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലൊരു ചെറിയ വടിയും എടുത്ത്, ഒരു ഉണങ്ങിയ വടി, ആ വടി കൊണ്ട് മണ്ണിലിങ്ങനെ വരക്കുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാസ മറവ് ചെയ്തു കഴിഞ്ഞു, മണ്ണിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു അവിടുന്ന്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുന്നത് സ്വഹാബിമാർ നോക്കിക്കാണുന്നുണ്ട്. നിശ്ചലരായി ശാന്തരായി നനഞ്ഞ കണ്ണുമായി മണ്ണിലിങ്ങനെ വരകൊണ്ട്, എന്തോ വടികൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. സ്വഹാബികൾക്ക് അവിടുന്ന് പറയുന്നു, വദിത്തു ലൗ റഅയ്തു ഇഖ്വാനീ, എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടിരുന്നുവെങ്കിൽ. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങയുടെ ചുറ്റും നിൽക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? ഞങ്ങളെ അങ്ങ് കാണുന്നില്ലയോ നബിയേ? അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബിമാർ, നിങ്ങളെൻ്റെ അനുചരന്മാർ, നിങ്ങളെൻ്റെ സന്തത സഹചാരികൾ. എന്നാൽ ഞാൻ പറയുന്ന സഹോദരങ്ങൾ അല്ലദീന ലം യഅ്തു ബഅദു, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്ത മുസ്ലിമീങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുവരെ വന്നിട്ടില്ലാത്തവർ, അവർ വരും. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. ഇന്ന മിൻ അശദ്ദി ഉമ്മതി ഹുബ്ബൻ ലീ الذين يأتوا من بعدي يود أحدهم لو يفتدي بماله وولده حتى يراني. നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു തരം മുഹിബ്ബീങ്ങളുണ്ട്. സ്വഹാബികളെ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന മുഹിബ്ബീങ്ങളുണ്ട് ലോകത്ത്. നിങ്ങളവരെ കണ്ടിട്ടില്ല, ഞാനും അവരെ കണ്ടിട്ടില്ല. കയ്യിലുള്ള നാണയത്തുട്ടുകളെല്ലാം തരാം, സമ്പത്ത് മുഴുവൻ തരാം, ഞങ്ങളുടെ മക്കളെ വേണമെങ്കിൽ തരാം, ഞങ്ങളുടെ പറമ്പ് തരാം, കച്ചവടം വിട്ടു തരാം, ഒന്ന് ഹബീബിനെ കാണിച്ചു തരുമോ എന്ന് എൻ്റെ മുഖം കാണാൻ കൊതിക്കുന്ന മുഅ്മിനീങ്ങൾ. അവരിതുവരെ വന്നിട്ടില്ലാത്തവരാണ്. അവരാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടാനുള്ള അവസരം നമുക്കുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഹബീബിനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് താബിഈങ്ങൾ പറയുമായിരുന്നു, മിഖ്ദാദേ, അങ്ങയുടെ കണ്ണുകൾ ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ? തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ, മിഖ്ദാദേ, നിങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ഞങ്ങളൊന്ന് ഉമ്മ വെക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഇരുത്തിയിട്ട് താബിഈങ്ങളായ ആളുകൾ മഹാന്റെ നെറ്റിത്തടത്ത് ഉമ്മ വെക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഹുബ്ബൻ വശൗഖൻ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ട്, ഹബീബിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. ഹബീബായ നബി തങ്ങളെ കണ്ണ് നിറയെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഖദത്തിലും മനാമിലും അല്ലാഹു കാണിച്ചു തരട്ടെ. യഹിന്നുൽ ജിദ്ഉ മിൻ ശൗഖിൻ ഇലൈക വയദ്രിഫു ദംഅഹു ഹുസനൻ അലൈക ويجهش بالبكاء وبالنهيب لفقد حديثكم وكذا يديك. ഹബീബിൻ്റെ സ്പർശം നഷ്ടമായപ്പോൾ, ഹബീബ് എന്നെ ഇനി തൊടുന്നില്ലല്ലോ, ഹബീബ് എൻ്റെ മേലൊന്ന് ചാരി നിൽക്കുന്നില്ലല്ലോ, ഹബീബിൻ്റെ ഖുതുബ എനിക്കിനി കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് പറയുകയല്ല, ആ വികാരം പങ്കുവെച്ച് മദീന പള്ളിയുടെ പുറത്തേക്ക് എടുത്തു മാറ്റിയ
ജീവനില്ലാത്ത ഈത്തപ്പനയുടെ ഒരു ഉണങ്ങിയ തടിക്കഷ്ണം, ജിദ്ഉൻ നഖ്ല. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണിത്. ജിദ്ഉൻ നഖ്ല. പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളി, ആ വിശുദ്ധമായ പള്ളിയിൽ ഹബീബ് ഖുത്ബയോദാൻ വേണ്ടി മിമ്പർ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ചാരി നിന്നിരുന്ന ഈത്തപ്പനയുടെ ഒരു തടിയുണ്ട്. ആ തടി ആവശ്യമില്ലാതെ വരികയും ഹബീബിന് മിമ്പറ പോലെ ഒരു മരത്തിൻ്റെ മിമ്പറ ഹബീബിന് വേണ്ടി അൻസ്വാരിയത്തായ ഒരു ഉമ്മ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ, ശുദ്ധമായ ജുമുഅ നിസ്കാരം നടക്കുമ്പോൾ, ഖുത്ബ നടക്കുമ്പോൾ, സമിഅനാ ഹനീനൻ, ഒരു കുഞ്ഞ് കരയുന്ന പോലെ മദീന പള്ളിയുടെ പുറത്തുനിന്ന് തേങ്ങിക്കരയുന്ന കരച്ചിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുതവാത്തിറായ സംഭവമാണിത്. എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് വിശ്വാസയോഗ്യമായ സംഘങ്ങൾക്ക് കൈമാറിയ ഹദീസാണിത്. നിഷേധിക്കാൻ പറ്റാത്ത സംഭവം. ഞങ്ങളൊക്കെ പേടിച്ചു, ആരാണ് ഈ കരയുന്നത്, എന്തിനാണ് ഈ കരച്ചിൽ, ഏതാണ് ഈ കുഞ്ഞ്? നിസ്കാരം കഴിഞ്ഞപ്പോൾ മിമ്പറിൽ നിന്ന് നേരെ ഇറങ്ങി വന്നു പള്ളിയുടെ പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോൾ ഒരു മനുഷ്യനല്ല, അതൊരു കുഞ്ഞല്ല. ഹബീബായ നബി തങ്ങളുടെ സ്പർശം നഷ്ടമായതിൻ്റെ പേരിൽ കരയുകയായിരുന്ന ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടിയാണിത്. ആ തടിയുടെ തേങ്ങൽ ഹബീബായ നബി തങ്ങൾ കേട്ടു, സ്വഹാബിമാർ മുഴുവനും കേട്ടു. ജുമുഅക്ക് വന്ന 1000-ലേറെ ആളുകൾ. ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നു, പുണ്യ നബി തങ്ങൾ ആ മരത്തടിയെ കൈകൊണ്ടിങ്ങ് തടവുന്നത് ഞങ്ങൾ കണ്ടു. അതിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബികളെ, ഈ മരത്തടിയെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനുണ്ട് അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞിരുന്നു, ലം യുഅത നബിയ്യുൻ മാ ഉഅതിയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകപ്പെട്ടതുപോലത്തത് ലോകത്ത് ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാൻ്റെ ശിഷ്യനായ അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ഇമാം ഷാഫിഈ തങ്ങളെ, എൻ്റെ ഗുരുനാഥനെ, ഈസ നബി മരിച്ചവരെ ജീവിപ്പിച്ചവരല്ലയോ? അല്ലാഹുവിൻ്റെ റസൂല് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചപ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾ അതിന് മറുപടി കൊടുത്തത് ഈ ഈത്തപ്പനയുടെ സംഭവമാണ്. ജീവനുണ്ടായിരുന്ന ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ റൂഹ് പോയി. ആ പോയ റൂഹിനെ അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടെ കൊണ്ടുവരാൻ മുഅ്ജിസത്തിൻ്റെ കരങ്ങളാൽ ഈസ നബിക്ക് സാധ്യമായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞ ഒരു മരം, തേങ്ങാനോ സംസാരിക്കാനോ കഴിയാത്ത ഒരു മരം, വികാരങ്ങളോ ചിന്തകളോ ഇല്ലാത്തൊരു മരക്കഷ്ണം, ഉണങ്ങിയ മരക്കഷ്ണം, ആ മരക്കഷ്ണം ജീവനുള്ള ഒരു മനുഷ്യൻ കരയുന്ന പോലെ കരയുമാർ ഹബീബിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരിച്ച മയ്യത്തിന് ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലുതല്ലയോ ഹബീബായ നബി തങ്ങൾ ചെയ്തത് എന്ന് അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ശിഷ്യനോട് ഇമാം ഷാഫിഈ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈസാ وأنت أحييت أجيالا من الرمم. നബിയേ, അങ്ങയുടെ സഹോദരനായ പ്രവാചക ശൃംഖലയിൽ അവസാനത്തേതിന് തൊട്ട് മുമ്പ്, അങ്ങയുടെ തൊട്ട് മുമ്പ് വന്ന നബി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്നത് ശരി തന്നെയാണ് നബിയേ. എന്നാൽ വഅൻത അഹയൈത അജ്യാലം മിനർ റിമമി, എത്രയോ നുരുമ്പിപ്പോയ ജീവനില്ലാത്ത സമുദായങ്ങൾക്കല്ലയോ നബിയെ അങ്ങ് ജീവൻ കൊടുത്തത്? സമുദായങ്ങൾക്കല്ലേ ജീവൻ കൊടുത്തത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ചെയ്യുന്ന ശുപാർശയല്ല, ഹബീബിനോട് നമ്മൾ കാണിക്കുന്ന കടപ്പാടിൻ്റെ ചെറിയൊരു അംശം മാത്രമാണെന്ന് മഹാന്മാരായ ചെയ്യേണ്ട ബാധ്യത അത്രയും നമുക്ക് എൻ്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളോട് തങ്ങൾ കൊടുത്ത മറുപടി, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്തവർ, യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ. ഹബീബിനെ നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ അള്ളാഹു യഖ്ലത്തിൽ, നാളെ യഖ്ലത്തിലും ഈ ലോകത്ത് മനാമിലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ സൗഭാഗ്യമാണ്. യഖ്ലത്ത് ദുന്യാവിൽ നടക്കും എന്ന് പറയുന്ന ഉൾക്കാഴ്ചയുള്ള ആലിമീങ്ങൾ വരെയുണ്ട്. ആ ഹബീബിനെ അറിയാനും പഠിക്കാനുമുള്ള അവസരമാണ് റബീഉൽ അവ്വലിൽ അമറാത്തിലെ ദഅവ ഇസ്ലാമിക് സെൻറ്റർ SICയും ഇവിടുത്തെ KMCCയും സംയുക്തമായി സംഘടിപ്പിച്ചത്. ഇതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്. ഇതൊരവസരം നിങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സും വേൾഡ് കപ്പും ഇതൊക്കെ കാണാനും അറിയാനും അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഹബീബിനെ അറിയാൻ മാത്രം അവസരമുണ്ടാകുമ്പോഴേക്കും അത് ദീനിന്ന് പുറത്ത്, അത് ഇസ്ലാമിൽ പാടില്ലാത്തത് എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ത്തിൻ്റെയും ചില അനുഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅക്ക് 2 വാങ്കില്ല. അതാര് കൊണ്ടുവന്നതാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യം വാങ്ക് വിളിക്കും, ജുമുഅൻ്റെ മുമ്പ് ഇമാം മിമ്പറിൽ കയറുന്ന സമയം ജുമുഅയുടെ വഖത്തിൻ്റെ വാങ്ക് കൊടുക്കും. എന്തിനെന്നറിയോ? അന്നത്തെ ആളുകൾ ജുമുഅക്ക് വരാൻ ഒരൽപ്പം താമസിക്കുന്നു എന്ന് മഹാൻ മനസ്സിലാക്കിയപ്പോൾ. സ്വഹാബത്ത് ആരെങ്കിലും പറഞ്ഞോ തങ്ങളില്ലാത്ത കാലത്തുള്ള പരിപാടി വേണോ? ചോദിച്ചില്ല. എന്തുകൊണ്ട്? അതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. ഫിഖ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് വായിക്കലല്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ മനസ്സിലാക്കലാണ്. അതാണ് പണ്ഡിത ദൗത്യം. ഇന്ന് ഹബീബിനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ? അടുത്തൊരു തലമുറക്ക് ഹുബ്ബുണ്ടാവുമോ? പുണ്യനബി ആരാണെന്നറിയാൻ ഈ റബീഉൽ അവ്വലിൻ്റെ ഈ ഒരു മൗസിമല്ലാതെ നമുക്ക് അവസരമുണ്ടോ? ഹബീബിനെ വേണ്ടി നമ്മൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയും അവിടുത്തെ പുകഴ്ത്തിപ്പറയുകയും സ്വലാത്ത് ചൊല്ലുകയും മൗലിദ് പാരായണം ചെയ്യുകയും നമ്മുടെ മക്കൾ പ്രസംഗിക്കുകയും പാട്ടുപാടുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഹുബ്ബല്ലേ? അത് വേണ്ടെന്ന് പറയാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തെളിവ് വേണ്ട, നമ്മുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾക്ക് തെളിവ് വേണ്ട. പോട്ടെ, റമദാനിൽ ബദർ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രം പറയാൻ തെളിവ് വേണ്ട. തങ്ങളുടെ കാലത്ത് ചെയ്തിരുന്നോ? ചോദ്യമില്ല. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചോദ്യമില്ല, വേണ്ട, പ്രശ്നമില്ല. വിശുദ്ധ റബീഉൽ അവ്വലിൽ ഹബീബിനെ കുറിച്ച് പറയുമ്പോഴേക്കും പിന്നെ പ്രശ്നമായി. ആലോചിച്ച് നോക്കണേ, ഇന്ന് നമ്മൾ തർക്കിക്കേണ്ട വിഷയമാണോ ഇത്? ദിസ് ഈസ് എ നെസസിറ്റി ഓഫ് ടൈം. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. റബീഉ പരിപാടികൾ ഈ ഉമ്മത്ത് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഹബീബ് ആരാണെന്നറിയാൻ അവസരമില്ലാതെ പോകില്ലേ? അത് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഇന്നത്തെ കാലത്തിൻ്റെ അനിവാര്യതയല്ലേ അത്? അവർക്ക് ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളും അറിയാൻ അവസരമുണ്ട്. ഈ റബീഉൽ അവ്വൽ പോലും ഇല്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു ഹബീബിന് വേണ്ടി ഒരു ഒത്തുകൂടൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത് ഹബീബിന് ഇഷ്ടമുണ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? സ്വഹാബികൾ ഹബീബിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ? അവർ ഹബീബിനെ സംബന്ധിച്ച് മദ്ഹ് ചെയ്തില്ലയോ? അത് ഈ മാസത്തിൽ മാത്രം പറ്റൂല എന്നെങ്ങനെ പറയാ? എപ്പോഴും ചെയ്തൂടെ? ഹബീബിൻ്റെ ജന്മം നടന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണത്, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം, അതുകൊണ്ട് നിങ്ങളന്ന് സുന്നത്ത് നോമ്പെടുക്കണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവർ ഓരോ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ടും മുറിച്ചിട്ടും ഇപ്പുറത്തും അങ്ങോട്ടും വെച്ചിട്ട് ഇതില്ല വേണ്ട എന്ന് പറയാൽ അതൊരാവേശമാണ്. ഹബീബിനെ സ്നേഹിക്കുന്നുവെന്ന് മാത്രമല്ലേ അവർക്ക് നമ്മളെപ്പറ്റി ആക്ഷേപിക്കാനുള്ളൂ. ഹബീബിനെ സ്നേഹിക്കുന്നു എന്നല്ലാതെ എന്താ അവർക്ക് ആക്ഷേപിക്കാനുള്ളത്? ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയല്ലേ?
എന്ന് തുടങ്ങി മൗലിദിൻ്റെ ചരിത്രമെന്നാണ്, ഏത് രാജാവ് തുടങ്ങി, അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ. ഇന്നത്തെ തലമുറക്ക് ഹബീബിനറിയാൻ ഈ ഒരു അവസരം കൂടെ നമ്മൾ നിഷേധിച്ചു കളഞ്ഞാൽ ഒരു തലമുറയോട് ചെയ്യുന്ന അപരാധമല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്നാൽ അള്ളാഹും അവൻ്റെ റസൂലും പാടില്ല എന്ന് പറഞ്ഞ ഹറാമാക്കിയത് ഒന്നുമേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഹബീബിൻ്റെ മദ്ഹ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഹബീബിൻ്റെ സ്വലാത്ത്, അവിടുത്തെ ജനന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ, അതല്ലേ നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറയുന്നത്. ഹബീബായ തങ്ങളെ സംബന്ധിച്ചുള്ള പുകഴ്ത്തലുകൾ, ഇത് ഹുബ്ബല്ലേ? ഈ ഹുബ്ബില്ലെങ്കിൽ ദീനിൽ എന്തുണ്ട്? നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു ദാരിൽ ഹിജ്റ. ദാറുൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ മദീനയുടെ പേരാണ്. ദാറുൽ ഹിജ്റ, ഹിജ്റ ചെയ്തു വന്ന നാട്. മദീന കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി 100ഓളം സ്വഹാബിമാരെ നേരിട്ട് കണ്ട് പരിചയമുള്ള ഇമാമാണ് മാലിക്കി മദ്ഹബിൻ്റെ ഇമാം, മുവത്തയുടെ രചയിതാവ്. ഇമാം മാലിക് എന്നവർ ഹദീസ് രേഖപ്പെടുത്തിയ ഹദീസ് പണ്ഡിതനാണ്. അന്ന് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്ന മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച ആളുകൾ പറഞ്ഞു കൊടുത്തു, ഇമാം അവർകളെ, അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് നിങ്ങളെന്താ എടുക്കാത്തത്? നിങ്ങളെന്താ എഴുതാത്തത്? ഇമാം മാലിക് എന്നവർ മറുപടി കൊടുത്തു, അയ്യൂബ് സഖ്തിയാനിയെ എനിക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് പരിശോധിച്ചു. മാലിക് എന്നവരത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെക്കുറിച്ച് പറയുകയാണെങ്കിലും അവരെക്കാളൊക്കെ ഖൈറാണ് അയ്യൂബ് സഖ്തിയാനി എന്ന് ലോകത്തോട് ഇമാം മാലിക് എന്നവർ വിളിച്ചു പറയാൻ കാരണമെന്ത് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഹജ്ജതൈൻ, 2 തവണ ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുണ്ട് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. കറാമത്തുള്ള മഹാൻ. എങ്ങനത്തെ കറാമത്ത് എന്നറിയോ? തൻ്റെ കൂടെ വന്ന 100കണക്കിന് ആളുകളോട് മഹാനായ അയ്യൂബ് സഖ്തിയാനി ചോദിച്ചു, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല. എന്നാൽ അങ്ങനൊരു സംഭവമുണ്ട്, കാണിച്ചു തരണേന്ന് ചോദിച്ചു. ഒന്ന് കണ്ടാൽ തിരക്കേടില്ല. മക്കയുടെ ഒരു പാറയിൽ വിരൽ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വിരലെടുക്കുകയാണ്, നിങ്ങൾക്ക് വെള്ളം കിട്ടും. ഉണങ്ങിയ പാറയിൽ വിരൽ വെച്ചിട്ട് ആ വിരലെടുത്തപ്പോൾ തൻ്റെ കൂടെയുള്ള താബിഈങ്ങളോട് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. വെള്ളം മണപൊട്ടി ഒഴുകി. അവരൊക്കെ കുടിച്ചു, അവരുടെ പാത്രങ്ങളിൽ നിറച്ചു. മതിയായോ എന്ന് ചോദിച്ചു. മതി. എന്നാൽ അത് നിർത്താൻ പോവുകയാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞ് അവിടെ തൊട്ടു. ആ വെള്ളം നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നവരെ ലോകത്തോട് ഇത് പറയരുത്, ഞാൻ മരിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞോ. അങ്ങനത്തെ കറാമത്ത് കാണിച്ച മഹാൻ. പക്ഷേ മാലിക് എന്നവർ ഹദീസ് രേഖപ്പെടുത്തിയാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഈ കറാമത്തിലൊന്നും ഇമാം മാലിക് എന്നവർ നിന്നുകൊടുത്തില്ല. ഹദീസ് അറിയും, അതുകൊണ്ട് ഹദീസ് രേഖപ്പെടുത്താൻ പറ്റും. ഹദീസിൻ്റെ ആലിം എന്ന് പറയാൻ പറ്റുമോ? ആയില്ല. ഏതുവരെ? ഹജ്ജതൈൻ, 2 തവണ ഹജ്ജിന് വന്നപ്പോൾ അയ്യൂബ് സഖ്തിയാനിയെ ഞാൻ പിന്നാലെ നടന്ന് വീക്ഷിച്ചിട്ടുണ്ട്. മലിക് ഇമാം പറയാം, താബിഈയാണ് മലിക് ഇമാം. കുല്ലമാ ദുഖിറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയപ്പെടുമ്പോൾ ഹറമിൽ നിൽക്കുന്ന അയ്യൂബ് സഖ്തിയാനി അജ്ഹശ ബിൽ ബുകാ, തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കാണുമായിരുന്നു. ഹത്താ അർഹമ, ചെന്ന് സമാധാനിപ്പിക്കേണ്ടി വരും. അയ്യൂബ് തങ്ങളെ കരയല്ലിൻ 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 നിന്ന് അവരെ സമാധാനിപ്പിക്കേണ്ടി വരുമാർ ഹബീബിൻ്റെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും കരയുന്ന അയ്യൂബ് സഖ്തിയാനിയെ ഞാൻ കണ്ടു. അവിടെ മുതലാണ് മഹാൻ്റെ ഹദീസ് ഞാൻ രേഖപ്പെടുത്താൻ തുടങ്ങിയത് എന്ന് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഹദീസ് രേഖപ്പെടുത്തണമെങ്കിൽ ഹദീസ് പണ്ഡിതൻ്റെ കൽബിൽ ഹബീബിനോട് സ്നേഹം വേണം. തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കരയണമെന്ന് എവിടെയുള്ളത്? ഏത് ഹദീസ് അതിന് തെളിവ്? തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കരയണമെന്ന് ഏത് ഹദീസാണ്, ഖുർആനാണ് തെളിവ്? ഇല്ല, തെളിവില്ല. എന്തുകൊണ്ട് തെളിവില്ല? സ്നേഹത്തിന് അതിരുകളില്ലാതെ സ്നേഹിക്കാനും അത് പ്രകടിപ്പിക്കാനും ശറഇന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവാദം നൽകിയിട്ടുണ്ട്. ആ ഹുബ്ബിൻ്റെ കണ്ണുനീരുകൾ അയ്യൂബ് സഖ്തിയാനിയുടെ കവിളുകളിലൂടെ ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ഇത് മുഹിബ്ബുർ റസൂൽ, ഹബീബിനെ സ്നേഹിക്കുന്ന മഹാനാണ്. വെറും ഹദീസ് പറഞ്ഞാൽ പോരാ, ഖൽബിൽ ഹുബ്ബുണ്ട്. ഫകതബതു അൻഹു,
അന്ന് മുതലാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീത്ത് ഞാൻ രേഖപ്പെടുത്താൻ തുടങ്ങിയത് എന്ന് ഹദീത്ത് പണ്ഡിതനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിന്റെ ഇമാം. അതാണ് ഹുബ്ബ്. ഇത് ചെറിയ വിഷയമല്ല. ഖാബിസ് ഇബ്നു റബീഅയെ ബസ്രയിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ച് സമ്മാനം കൊടുത്തു വിടാൻ മുആവിയ തങ്ങളെ പ്രേരിപ്പിച്ചത് കാന ശബീഹൻ ബിറസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം പോലോത്ത മുഖമാണ് ഖാബിസ് ഇബ്നു റബീഅയുടെ മുഖമെന്ന് ബസ്രക്കാരനായ മഹാനെക്കുറിച്ച് കേട്ടപ്പോഴാണ് ഇത് ഹുബ്ബാണ്, ഇത് ഹുബ്ബാണ്, ഇത് ഹുബ്ബാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അനർബികൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കരുതേ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ അതിന് മറുപടി കൊടുത്തു. ഖിയാമീ ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു അജ്ബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. ശരിക്കും മനസ്സിലാക്കണം, അവിടുത്തെ അദബ് തങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞാൽ ആ ആജ്ഞ സ്വീകരിക്കലാണ് അദബ്. പക്ഷേ ആ ആജ്ഞ സ്വീകരിക്കൽ ഇംതിഥാലാണ്, തങ്ങളുടെ നിയമം അംഗീകരിക്കൽ ഹുക്കുമാണ്, ശർഇൻ്റെ ഹുക്കുമാണ്, അല്ലേ? നേരെ മറിച്ച് പുണ്യ ഹബീബിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് ഹബീബിനോട് അദബ് കാണിച്ചുകൊണ്ട്, ഹബീബിൻ്റെ അമ്രിനപ്പുറം അദബ് കാണിച്ചുകൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട് മഹാന്മാരായ സ്വഹാബിമാർ. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ പാടുകയാ, സ്വഹാബിയാണത്. ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു, എൻ്റെ പ്രിയപ്പെട്ടവരായ നബിയേ, അങ്ങയെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് നബിയേ, അത് ഞങ്ങളുടെ ബാധ്യതയാണ്. അങ്ങ് ഇരുന്നോളൂ എന്ന് പറയും, പക്ഷെ എഴുന്നേൽക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, നിർബന്ധമായത് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ ആജ്ഞ അനുസരിക്കുകയാണ് എന്ന വിധേന അങ്ങയെ കാണുമ്പോൾ എഴുന്നേൽക്കാതെ ഇരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട് നബിയേ. യറാ ഹാദൽ ജമാല വലാ യഖൂമു, ഈ സൗന്ദര്യം കാണുമ്പോൾ, ഈ ഗാംഭീര്യം കാണുമ്പോൾ, ഈ മഹത്തരമായ അള്ളാഹു നൽകുന്ന ഖൽഖിൻ്റെയും ഖുൽഖിൻ്റെയും ഹുസ്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇരിക്കാൻ കഴിയുന്നത്? ഞാൻ ഇരിക്കൂല നബിയേ, അങ്ങയെ കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും. അങ്ങയുടെ കൽപ്പന എഴുന്നേൽക്കരുത് എന്നാണെങ്കിലും കൽപ്പനയേക്കാൾ വലുതാണ് അദബ് കാണിക്കേണ്ടത് എന്ന് സ്വഹാബിമാർ കാണിച്ച മാതൃകയാണ്. ഇത് ഹുബ്ബാൻ, ഇത് ഹുബ്ബാൻ. തങ്ങൾ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാതിരിക്കല്ലേ വേണ്ടത് എന്നവിടെ ചോദ്യം ഉന്നയിക്കാം. സ്വഹാബികൾ എന്ത് ചെയ്തു? അവർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. എങ്ങനെ എഴുന്നേൽക്കാതിരിക്കാം? ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുൽ ജിദ്അ, ഈത്തപ്പനയുടെ ഉണങ്ങിയ തടി കരഞ്ഞ സംഭവം പറയുമ്പോൾ ഹദീസ് പണ്ഡിതനായ അല്ലാമ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തുമ്പോൾ ശിഷ്യന്മാരോട് കരഞ്ഞുകൊണ്ട് പറയും, വഹാദൽ ജിദ്ഉ, നോക്കണേ, ജീവനില്ലാത്ത, കണ്ണും കാതുമില്ലാത്ത, ഖൽബും മനസ്സും റൂഹുമില്ലാത്ത ഉണങ്ങിയ മരത്തടി, ഹബീബിൻ്റെ ഒരു സ്പർശം, ചാരി നിൽക്കുന്ന ഹബീബിൻ്റെ ഒരു സ്പർശം, ഹബീബിൻ്റെ സംസാരം കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ, ആ സ്പർശം ലഭിക്കാതെ വന്നപ്പോൾ ഈത്തപ്പന കരഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസവും ചോരയും ബുദ്ധിയും വികാരവും വിവേകവുമുള്ള മുഅ്മിനായൊരു മനുഷ്യൻ ഹബീബിനെ കാണാൻ എത്രമേൽ കൊതിക്കണം എന്ന് പറഞ്ഞ് കരയുമായിരുന്നു ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു ആ ഹുബ്ബ് നമ്മുടെ ഖൽബിലേക്ക് നൽകട്ടെ. ഇത് സ്നേഹമാണ്. കള്ളു കുടിച്ചതിൻ്റെ പേരിൽ 3-4 തവണ ശിക്ഷ വാങ്ങി ആ സദസ്സിന് തിരിച്ചു പോകുമ്പോൾ ഏതോ ഒരാൾ ഉറക്കെ പറഞ്ഞു, ലഅനഹുല്ലാഹ് മാ അക്സറ മാ യുഅ്താ ബിഹി, ഈ മനുഷ്യന് ശാപമുണ്ടാവട്ടെ, എത്ര തവണയാണ് കള്ളുകുടിക്ക് ശിക്ഷയും വാങ്ങി പോകുന്നത് ഹബീബിൻ്റെ മുമ്പിൽ നിന്ന്
എന്ന് കള്ളുകുടിയനായൊരു മനുഷ്യനെക്കുറിച്ച്, അതും 1, 2, 3 തവണ ഹബീബിൻ്റെ മുമ്പിൽ ശിക്ഷ വാങ്ങിച്ചു പോവുകയാണ്. കാരണം അവർ കുടിച്ച് നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ദീനിലേക്ക് വന്നവരാണ്. അപ്പോൾ ഒരു പക്ഷേ ആ സന്ദർഭത്തിൽ അവർക്ക് ആ ദുശ്ശീലം ഒഴിവാക്കാൻ പ്രയാസമായിട്ടുണ്ട് ചില ആളുകൾക്ക്. ഹബീബായ നബിയുടെ സദസ്സിൽ നിന്നാണ് സ്വഹാബി പറയുന്നത്, ലഅനഹുല്ലാഹ്, അല്ലാഹു ശപിക്കട്ടെ എന്ന് ഹബീബിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യൻ, ശിക്ഷ വാങ്ങി, കള്ളുകുടിക്ക് ശിക്ഷ വാങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ലാ തുഈനൂ അലൈഹി ശൈത്താൻ, പിശാചിന് നിങ്ങൾ സഹായം ചെയ്യരുത്. അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അല്ല കൈവിട്ടാൽ ആരാണ് പിന്നെ ഈ മനുഷ്യനെ തട്ടിയെടുക്കുന്നത്? പിശാചല്ലയോ? ഈ മനുഷ്യനെ പിശാച് കൊണ്ടുപോകട്ടെ എന്നല്ലയോ നിങ്ങൾ പറയുന്നത്? ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ പറയുകയാണോ, വമാ അഅലമു, ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അറിയുന്നത്, അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, മദ്യപാനത്തിൻ്റെ ഒരു അസുഖം അയാൾക്കുണ്ടെന്നത് ശരി തന്നെയാണ്. എന്നാലും അയാളുടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ആ മനുഷ്യനെന്ന് അടികൊണ്ടു പോകുന്ന മനുഷ്യനെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വഹീഹായ പ്രബലമായ ഹദീസാണ്. സ്നേഹത്തിന് ഹബീബ് കൊടുത്ത വിലയാണത്. ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ മനുഷ്യനെ ശിക്ഷിച്ചിട്ടുണ്ട്, ഹദ്ദടിച്ചിട്ടുണ്ട്. എന്നാലും ആ മനുഷ്യനെക്കുറിച്ച് എനിക്കറിയുന്നത്, വമാ അഅലമു അല്ലദീ അഅലമു എന്നർത്ഥം, ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അറിയുന്നത്, അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഖൽബിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അള്ളാഹുവിനോടും റസൂലിനോടും ഹുബ്ബുണ്ട്. ചിലരൊക്കെ പറയില്ലേ, റബീഉൽ അവ്വൽ ഇങ്ങനെ ആവേശം കാണിച്ചിട്ട് മാത്രം എന്താ കാര്യം? കാര്യമുണ്ട്. അതിനുവേണ്ടി ഒരു ആവേശം. ഹബീബായ തങ്ങളുടെ മഹബ്ബത്ത് കാണിക്കുന്നു. ചെയ്തു പോകുന്ന തെറ്റുകൾ തന്നെ. മാപ്പ് ചോദിച്ചില്ലെങ്കിൽ, തൗബ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കേണ്ടി വരും. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പക്ഷേ ഒരു മനുഷ്യൻ ഹബീബിന് വേണ്ടി കാണിക്കുന്ന സ്നേഹത്തിന് വിലയുണ്ട്. അതല്ല ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ആ ഹദീസ് പഠിപ്പിക്കുന്ന ആശയം, ഖൽബിൽ കിടക്കുന്ന മഹബ്ബത്തിന് അള്ളാഹു വില കൊടുത്തിട്ടുണ്ട്. വമാ അഅലമു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ് ഇയാളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിദാക ഖറാബതി വജമീഉ മാലി, ഫിദാക ഖറാബതി വജമീഉ മാലി وأبذل مهجتي دوما فداك تدوم سعادتي وتدوم روحي إذا بذلت حياتي في رضاك ذنوبي أقعدتني عن علو وأطمح أن أقرب من علاك لعل محبتي تسمو بروحي فتجبر ما تصدع من هواك. ഹബീബിനെ സ്നേഹിക്കാൻ അള്ളാഹു എത്രയാ പറഞ്ഞത്? എൻ്റെ ഹബീബിനെ സ്നേഹിക്കണം. ഇത് അല്ലാഹു ലോകത്തിന് നൽകിയ അർ-റഹ്മത്തുൽ മുഹ്ദാ. അതുകൊണ്ടാണ് അവിടുത്തെ വാക്കുകളെ അവർ ശിരസാവഹിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, 40 വയസ്സ് പ്രായമായ ഇടം മുതൽ 23 വർഷക്കാലത്തിനിടക്ക് ഒരു സാധാരണ മനുഷ്യനായിരുന്നു എങ്കിൽ ഹബീബായ നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ലോകത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? എത്ര ആൾ 40 വയസ്സായവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഈ സദസ്സിലുണ്ട്? 20, 23, 30, 40 കൊല്ലം ഒരു മഹലിൽ ജോലി ചെയ്താൽ ആ മഹല് നന്നാക്കാൻ പറ്റാറുണ്ടോ നമുക്ക്? ഒരു മഹല് 40 കൊല്ലം കൊണ്ട് നന്നാക്കാൻ പറ്റാറുണ്ടോ? പുണ്യനിബിതങ്ങൾ 23 കൊല്ലങ്ങൾ കൊണ്ട് ബിംബാരാധനയിൽ മുഴുകിയിരുന്നൊരു സമൂഹത്തെ മാത്രമല്ല, റോമൻ, പേർഷ്യൻ, യമൻ, സിറിയൻ സംസ്കാരങ്ങളെ മുഴുവനും ഉടച്ചു വാർത്തില്ലയോ? തൗഹീദിൻ്റെ രാജവീതിയിലേക്ക് കൊണ്ടുവന്നില്ലയോ? ഇങ്ങനെ ഒരു സൗഭാഗ്യം സാധ്യമായത് മാത്രമല്ല, തങ്ങളുടെ കൂടെ ജീവിച്ച
ഹബീബിൻ്റെ കൂടെ കഴിഞ്ഞ ഹബീബിൻ്റെ ഉറ്റമിത്രങ്ങളായിരുന്നവർ പോലും, ഹബീബിനേക്കാൾ പ്രായമുണ്ടായിരുന്നവർ പോലും യാ റസൂലല്ലാഹ് എന്ന് സ്വന്തം ഹബീബിനെ പേര് വിളിക്കാതെ റസൂലുള്ളാഹ് എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തിത്വം എങ്ങനത്തെ വ്യക്തിത്വമായിരുന്നു? നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ കൂടെ നമ്മുടെ സമപ്രായക്കാരില്ലേ, ഒരാൾ ഞാൻ നബിയാന്ന് പറയാൻ, ആ മനുഷ്യൻ ഞാൻ VIP എന്ന് പറയാം, എനിക്ക് കറാമത്തുണ്ടെന്ന് ഒരാൾ പറയാൻ, ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ അധിനിവേശം ആർക്കെങ്കിലും ഉണ്ടാവോ? എത്ര പേർക്ക് കാണും? എത്ര പേർ? ഖദീജ ബീവിയിൽ നിന്ന് തുടങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ എന്നവർ, അലിയാർ തങ്ങൾ, 5 പേർ. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര 23ാമത്തെ കൊല്ലം ഒരു ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഇല്ലാതിരുന്ന കാലമെന്ന് ആലോചിക്കണം. ഹബീബിൻ്റെ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ അവിടത്തോടുകൂടെ ഹജ്ജ് ചെയ്യാൻ വന്നത് 1,23,000. 5 നിന്ന് തുടങ്ങിയതാ, 1,23,000. 24,000 ഉണ്ടായിരുന്നു എന്നാ, പക്ഷേ അവർക്ക് ഹജ്ജിന് വരാൻ പറ്റിയിരുന്നില്ല. 1,24,000 സ്വഹാബിമാർ അന്ന് ഹബീബിന് മക്കയിലും മദീനയിലും പരിസരത്തുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന മുഴുവൻ അംബിയാഇൻ്റെയും എണ്ണമാണ് 1,24,000. അത്ര സ്വഹാബിമാർ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സാധാരണ വ്യക്തിക്ക് കഴിയുമോ? സ്വന്തം ഉപ്പയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുന്നത് എൻ്റെ ഉപ്പ എന്നല്ല. സ്വന്തം ഭർത്താവിനെ യാ സൗജി എന്നല്ല ആയിഷ ബീവി വിളിക്കുന്നത്, സഫിയ ബീവി വിളിക്കുന്നത്, ഹഫ്സ ബീവി വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ. ആർക്കങ്ങനെ ആ ഒരു ബഹുമാനം എങ്ങനെ ഹബീബിന് ലഭിച്ചു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബിനേക്കാൾ 15 വയസ്സ് മുതിർന്ന മഹദി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ എളാപ്പയാണ്. അബ്ബാസ് എന്നവർ നബി തങ്ങളുടെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ജനിച്ച മോനാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ തങ്ങളുടെ എളാപ്പയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഏതാനും മാസങ്ങളുടെ വ്യത്യാസമുണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. ആരോ ചോദിച്ചു, അബ്ബാസ് എന്നവരെ നിങ്ങളാണോ മുതിർന്നത്, അല്ല റസൂലുള്ളാഹിയാണോ, ആരാണിതിൽ മൂത്തത്, ആരാ മുതിർന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചിത്രമായൊരു മറുപടി കൊടുത്തു. ഹുവ അക്ബറു മിന്നി, എന്നെക്കാൾ വലുത് റസൂലുള്ളാഹി തന്നെയാണ്. വലാകിൻ വുലിത്തു ഖബ്ലഹു, പക്ഷേ ഞാൻ ജനിച്ചത് അവർക്ക് മുമ്പാണ്. ഞാൻ ജനിച്ചത് നബിക്ക് മുമ്പാണ്, പക്ഷേ എന്നെക്കാളും വലുത് നബി തങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആദരവ് ഒരു എളാപ്പ സ്വന്തം സഹോദരൻ്റെ മകന് വകവെച്ച് കൊടുക്കണമെങ്കിൽ, ഹംസ റളിയല്ലാഹു അൻഹു, വീരശൂരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് എന്നല്ലാതെ ഹബീബിനെ വിളിക്കുമായിരുന്നോ? സിദ്ദീഖ് തങ്ങളും നബിതങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവും 3 പേരാണ് പരിശുദ്ധമായ പച്ച കൊബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയുടെ റൗള എന്ന് പറയുന്ന അൽ ഹുജറത്തു ഷരീഫയിൽ. 3 പേരും വഫാത്താകുന്നത് 63ാമത്തെ വയസ്സിലാണ്. തങ്ങൾ 63, സിദ്ദീഖ് എന്നവർ 63, ഉമർ തങ്ങളും 63. നോക്കണേ, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം നോക്കണേ. തോളിൽ പിടിച്ച് നടന്നിരുന്ന 3 പേരും പുണ്യനബി പറയുമായിരുന്നു, ഹാകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, നമ്മൾ ഇതുപോലെ തോളിൽ പിടിച്ച് 3 പേരും സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമായത് നോക്കൂ. ഹബീബിൻ്റെ ഖബറിൻ്റെ തൊട്ടരികത്ത് 2 പേരാ കിടക്കുന്നത്. ഈ സിദ്ദീഖ് എന്നവരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. സ്നേഹമാണ് അവിടെ കൊണ്ടെത്തിച്ചത്, മഹബ്ബത്താണ് അവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത്. തോളോട് തോൾ ചേർന്ന് ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ, ഹബീബിൻ്റെ കൂടെ നിന്ന് ഷെയ്ഖാൻ എന്ന് സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞാൽ, സ്വഹാബികളിലെ ഷെയ്ഖാൻ എന്ന് പറയുന്നത് സിദ്ദീഖ് എന്നവർ ഒരു ഷെയ്ഖ്, ഉമർ എന്നവർ മറ്റൊരു ഷെയ്ഖ്. മഹാന്മാരായ 2 അമീറുൽ മുഅ്മിനുമാർ ഹബീബിൻ്റെ കൂടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. റളിയല്ലാഹു അൻഹും വസല്ലല്ലാഹു അലാ ഹബീബിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം.
جاءت إليه حمامة مشتاقة تشكو إليك بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك منزل للخائفين. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ ആലിമാൻ. പണ്ഡിതന്മാരുണ്ട് സ്വഹാബികളിൽ. ആ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സ്വഹാബികളിലെ ആലിമീങ്ങളാണ്. ആലിമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഞങ്ങൾ ഹബീബിൻ്റെ കൂടെ ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ ഒരു പ്രാവ് ഹബീബിൻ്റെ തലയിലൂടെ ഇങ്ങനെ അരികത്തുകൂടെ പറന്നു പോകുന്നു ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ ദൂരെ വെച്ച് വരുന്ന വഴിയിൽ സ്വഹാബിമാരാരോ മൂത്രമൊഴിക്കാനോ മറ്റോ ചെന്നപ്പോഴേ ഒരു പ്രാവ് കൂട് കണ്ടിരുന്നു. ആ പ്രാവിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ അവരെടുത്തു കൊണ്ടുവന്നിരുന്നു. ഒരു കൗതുകം, ഒരു രസം, അവരത്രേ ചിന്തിച്ചുള്ളൂ. യാത്ര തുടർന്നു. ആ 2 കുഞ്ഞുങ്ങളെ നഷ്ടമായ ഉമ്മയായ ഈ ഉമ്മയായ പ്രാവ് ഹബീബിൻ്റെ തലയ്ക്ക് മീതെ പറന്നുകൊണ്ടിരുന്നു. അൽ ഹംറ, പറന്നുകൊണ്ടിരുന്ന സംഭവം ഇമാം അബൂ ദാവൂദ് എന്നവരും ഇമാം ഹാക്കിം എന്നവരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, സ്വഹീഹായ ഹദീസ്, ഇസ്നാദ് സ്വഹീഹാണതിൻ്റെ. പുണ്യ നബിയുടെ തലക്ക് മീതങ്ങനെ പറന്നപ്പോൾ അയ്യുക്കും ഫജഅ ഹാദിഹി ബിഫർഖൈഹാ, നബി തങ്ങൾ സ്വഹാബികളെ മുഴുവനും അവിടെ നിർത്തി. എല്ലാവരും ഒന്ന് നിൽക്കണം. അവരുടെ മാർച്ച് നിർത്തി. സൈന്യം പോവാണ്. ഒരു സൈന്യം പോകുന്ന പോക്കാണിത്. ആലോചിച്ച് നോക്കൂ. യുദ്ധം കഴിഞ്ഞ് പോവാണ്. സൈന്യത്തെ മുഴുവനും സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും നിൽക്കണം. സ്വഹാബിമാർ എപ്പോഴോ പിടിച്ചുകൊണ്ടുവന്നതാ. എത്രയോ കാതങ്ങൾക്കപ്പുറത്താ ആ പ്രാവിൻ്റെ കൂട് കിടക്കണത്. തങ്ങൾ ചോദിച്ചു, അയ്യുക്കും ഫജഅ ഹാദിഹി ബിഫർഖൈഹാ. നബി തങ്ങൾ കൃത്യമായി പറഞ്ഞു, ഈ പ്രാവിൻ്റെ 2 കുഞ്ഞുങ്ങളെ, 3, 4 എന്നല്ല പറഞ്ഞു, 2 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഈ പ്രാവൻ തള്ളയെ വേദനിപ്പിച്ചവരാരാണ് നിങ്ങളിൽ? എന്താ അതിനർത്ഥം? ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഹബീബിനും ആ പക്ഷിക്കുമിടയിൽ നടന്നു എന്നാ. നിങ്ങളിൽ ആരാണ് ഈ പ്രാവിൻ്റെ 2 കുഞ്ഞുങ്ങളെ എടുത്തത്? 2 മുട്ട എന്നല്ല പറഞ്ഞത്, 3 കുഞ്ഞുങ്ങളെന്നല്ല, 1 കുഞ്ഞ് എന്നുമല്ല, കുഞ്ഞുങ്ങൾ എന്നുമല്ല, 2 എണ്ണം. എണ്ണം കൃത്യമാണ്. സ്വഹാബിമാർ ധരിച്ചുപോയി. ആരാണ് ഈ പക്ഷിയെ വേദനിപ്പിച്ചത്? കവി അതാ പറയുന്നത്, ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ. ഹമാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാവ്, പിജൻ. ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ തഷ്കൂ ഇലൈഹി ബിഖൽബി സബ്ബിൻ വാജിഫി. തൻ്റെ 2 മക്കളെ കാണാതായ വേദന. ഉമ്മന്നല്ലേ, അത് മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും ഉമ്മയാണ് അല്ലേ? വയനാട്ടിലെ ദുരന്തമൊക്കെ നമ്മൾ പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ബാക്കിയാവുന്നത്, കുഞ്ഞുങ്ങളെ കാണാതെ ഉമ്മമാർ ബാക്കിയാവുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, നീ ആ വലിയൊരു പരീക്ഷണത്തിന് അവർക്കർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അവരിൽ മരിച്ചവർക്ക്, വിശ്വാസിനികൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സമാധാനവും നിൻ്റെ കരുണയും അല്ലാഹു നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിനുവേണ്ടി ഒരുപാട് സഹായം ചെയ്ത ആളുകൾ, ഫോർ വയനാട് ക്യാമ്പയിൻ അടക്കം, സമസ്തയുടെ ഇതടക്കം, KMCCയുടെ വക, മുസ്ലിം ലീഗിൻ്റെ വക, നാട്ടിലെ മറ്റു ചാരിറ്റി സംഘടനകൾ, ഒരുപാട് ആളുകൾ അതിനുവേണ്ടി സഹായിച്ചു. നാടേതാ, ആർക്കാ, ഒന്നും അറിയണ്ട, മനുഷ്യർക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, ആ ദാനധർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ പടച്ചവനെ. മക്കൾ നഷ്ടപ്പെടുന്ന വേദന ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷി ഹബീബിൻ്റെ മുമ്പിൽ വന്ന് പറയാ, നബിയേ, എൻ്റെ 2 മക്കളെ അങ്ങയുടെ അനുയായികൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഹദീസാണ്. ഇത് ഹബീബിൻ്റെ ജീവിതം പഠിക്കണം. നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികളുണ്ടല്ലോ, യുക്തിവാദികൾ, ഹദീസ് വായിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല.
അവരാകെ കേട്ടത് ബ്രഷ് ചെയ്യണതും ടോയ്ലറ്റ് പോണ ഹദീത്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നിട്ട് പറയാം ഇസ്ലാം ആകെ ഇതാണ്. ജാഹിലിങ്ങൾക്ക് എന്ത് പറയാൻ? പുണ്യനബിയുടെ സംസ്കാരമാണിത്. അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ആശയമല്ലേ ഇത്? ഒരു പക്ഷിക്ക് വേണ്ടി ഒരു സൈന്യം മാർച്ച് ചെയ്തു പോകുമ്പോൾ സൈന്യത്തെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി അവിടെ വഴിയിൽ നിൽക്കണം. എന്തിന്? ഒരു പക്ഷിക്ക് വേണ്ടി. പടച്ചോനെ, ഒരു പക്ഷിക്ക് വേണ്ടിയോ? അതെ, ഒരു പക്ഷിക്ക് വേണ്ടി. ഈ പക്ഷിയുടെ മനസ്സിനെ വേദനിപ്പിച്ചത് ആരാണ്? അപ്പോൾ മനസ്സിലാക്കണേ, ഒരു പക്ഷിയെ വേദനിപ്പിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടൂല, നബി തങ്ങൾ ഇഷ്ടപ്പെടൂല. പിന്നെണ്ടോ മനുഷ്യനെ വേദനിപ്പിക്കുന്നത്? പിന്നെണ്ടോ അതിൽ ആലിമീങ്ങളെയും സാധാരണക്കാരെയും സയ്യിദന്മാരെയും വേദനിപ്പിക്കുന്നത്? പറ്റുമോ? ഒരിക്കലും പറ്റൂല. പക്ഷിയെ വേദനിപ്പിക്കാൻ പറ്റൂല, പിന്നല്ലേ ബാക്കിയുള്ളവരെ? മുഅ്മിനീങ്ങളെ പറ്റുമോ? സാധാ മനുഷ്യരെ പറ്റുമോ? പക്ഷി, മിണ്ടാപ്രാണിയായ ആ പക്ഷിയെ വേദനിപ്പിച്ചതിന് ഹബീബായ തങ്ങൾ ഇടപെട്ടു. ആരാണിതിനെ വേദനിപ്പിച്ചത്? അതിൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കണമേ. ആരാണത്? ഞങ്ങളാ നബിയെ. 2 സ്വഹാബിമാർ കൊണ്ടുപോയി വെക്കണം അവിടെ. ആ പക്ഷിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂട്ടിലെത്തിക്കുന്നത് വരെ സൈന്യം അവിടെ കാത്തിരുന്നു. സൈന്യം കാത്തിരുന്നു. കാറ്ററിങ്ങിന് ഭക്ഷണം കൊണ്ടെടുക്കാൻ പോയതല്ലത്. 2 പക്ഷിക്കുഞ്ഞുങ്ങളെ തിരിച്ചു വെക്കാൻ പോയത്. അവിടെ വെയിറ്റ് ചെയ്തു സഹാബിമാർ. മനസ്സ് നിറയെ മാതൃഹൃദയം നിറഞ്ഞ സ്നേഹവുമായി ബിഖൽബി സബ്ബിൻ വാജിഫി. ആ വാക്കിനർത്ഥം അതാണ്. മാതൃസ്നേഹത്തിൻ്റെ വേദനയുമായി ഹബീബേ, അങ്ങയുടെ കയ്യിൽ നീതിയുണ്ട് എന്ന ആഗ്രഹത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ അങ്ങയുടെ മുമ്പിലേക്ക് മാടപ്രാവ് പാറി വന്നില്ലയോ നബിയേ? ജാഅത് ഇലൈക ഹമാമത്തുൻ മുഷ്താഖതൻ തഷ്കൂ ഇലൈക ബിഖൽബി സബ്ബിൻ വാജിഫി. എന്നിട്ട് കവി ചോദിക്കുകയാണ്, ആരാണാവോ മാടപ്രാവിനോട് പറഞ്ഞു കൊടുത്തത്, നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈന്യത്തിൽ കടന്നു പോകുന്ന ഒരു ഖാത്തമുൻ നബിയ്യീനുണ്ട്, ഈ സൈന്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന അന്തിമ റസൂലുണ്ട്, അർ-റഹ്മത്തുൽ മുഹ്ദാത്തുണ്ട്, റഹ്മത്തുൽ ലിൽ ആലിമീനുണ്ട്. ആ നബിയോട് ചെന്ന് പറ എന്ന് 100 കണക്കിന് ആളുകളുള്ള സംഘത്തിൽ ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് മാത്രം ഹബീബിനെ തിരിച്ചറിഞ്ഞു വരാൻ ആ പക്ഷിയോട് ആരാണാവോ പറഞ്ഞു കൊടുത്തത്? അത് അത്ഭുതല്ലേ? മൻ അഖ്ബറൽ വർഖാ അന്ന മഖാമകും ഹറമുൻ വ അന്നക മൻസിലുൽ ലിൽ ഖായിഫീ. ആരാണ് നബിയെ അങ്ങയിൽ അഭയമുണ്ട് എന്ന് ആ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? ആരാണ് നബിയെ പേടിക്കുന്നവൻ്റെ അഭയമാണങ്ങ്, വിഭ്രാന്തിപ്പെട്ട് ഓടുന്നവന് ആശ്വാസം ലഭിക്കുന്ന ഇടമാണ് അങ്ങ്, അങ്ങയുടെ അരികത്ത് വന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് പക്ഷിയോട് പറഞ്ഞു കൊടുത്തതാരാണാവോ എന്ന് ചോദിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ ആരാണെന്ന് ഉമ്മത്ത് മനസ്സിലാക്കാൻ അള്ളാഹു തരുന്ന ദലാലത്തുകളാണ്. ഇത് അള്ളാഹു നൽകുന്ന ഇഷാറകളാണ്, അള്ളാഹു നൽകുന്ന സൂചനകളാണിത്. സ്വലാത്തു ചൊല്ലണം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദു ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന് ഹബീബിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ ഒട്ടകപ്പുറത്ത് അബ്ദു ബിൻ ജഅഫർ എന്നവർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലുണ്ടായ 3 അനുഭവങ്ങൾ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ് മഹാൻ പറയുന്നുണ്ട്. അസറ ഇലയ്യ റസൂലുള്ളാഹ്, ആ യാത്രയിലാണ് എന്നോട് പുണ്യനബി ഒരു സ്വകാര്യം പറഞ്ഞത്. നബി തങ്ങൾ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യെ ഞാൻ പറഞ്ഞുതരൂല, കാരണം അത് ഹബീബ് എനിക്ക് പറഞ്ഞു തന്ന സ്വകാര്യമാണ്. സഹാബികൾ അങ്ങനെ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുണിയുടെ കോന്തലം കെട്ടി വിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ കോന്തല നിറയെ, കോന്തല എന്നൊക്കെ പറഞ്ഞാൽ അറിയോ നമ്മൾ മലപ്പുറം ഭാഷയിൽ? ഇത് നിറയെ എനിക്ക് ഹബീബ് വാരിക്കോരി തന്നിട്ടുണ്ട്. ചില ഇൽമുകൾ എന്നോട് കൂട്ടിപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാനിത് കൂട്ടിപ്പിടിച്ചു. 2 കെട്ടഴിക്കാത്ത ഇൽമിൻ്റെ ഭണ്ഡാരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഇൽമിൻ്റെ 1 കെട്ടേ ഞാൻ അഴിച്ചിട്ടുള്ളൂ.
ആയിരക്കണക്കിന് ഹദീസുകൾ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഒരു കെട്ടിൽ നിന്നാണ്. മറ്റേ കെട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞാൽ ലഖുത്തി അഹാദൽ ബുൽഊം, നിങ്ങൾ എന്നെ പിടിച്ചു കൊല്ലും, നിങ്ങളെന്നെ കൊന്നുകളയും. അത്രക്ക് മേൽ നിങ്ങളുടെ വിഷയങ്ങളിൽ നടക്കാൻ പോകുന്ന ഫിത്നകളും ആ ഫിത്നയുടെ നേതാവും ആ നേതാവിൻ്റെ വാപ്പയുടെ പേരും നാടും പഞ്ചായത്തും വാർഡ് നമ്പർ അടക്കം അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞതിനർത്ഥം. അബൂ ഹുറൈറ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ ശരിയാക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരൂല, അതെൻ്റെ സ്വകാര്യമാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു നബി തങ്ങൾ സ്വകാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സ്വകാര്യം ഹുദൈഫ തങ്ങൾ അഭിമാനത്തോടെ പറയാറുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് നബി തങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ, വരാൻ പോകുന്നവർ ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് നബി തങ്ങൾ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, പറഞ്ഞുതരൂല എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് മഹാനായ ഉമർ എന്നവർ മെല്ലെ ചോദിച്ചിട്ടുണ്ട്, ഹുദൈഫ ഖലീഫയാണ് അന്ന് ഉമർ റളിയല്ലാഹു. അപ്പോൾ ആ ഒരു അധികാരത്തെ ചോദിക്കാമല്ലോ, മന്ത്രിയാകുമ്പോൾ ഒരു പവർ, മന്ത്രി പദം പോയാൽ വേറെ പവറുമാണല്ലോ. ഇത് ഉമർ റളിയല്ലാഹു ഖലീഫയാണ്. ആ പവർ ഉപയോഗിച്ചിട്ട് ഉമർ തങ്ങൾ ചോദിച്ചു, ഹുദൈഫ നിങ്ങൾ പറയൂല എന്നൊക്കെ പറഞ്ഞ് ശരി തന്നെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെറിയൊരു ഉത്തരം തന്നാൽ മതി. ആ മുനാഫിക്കീങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ ഉമർ എന്നുണ്ടോ ഹുദൈഫ? അത് മാത്രം ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. കുറേ നേരം തല താഴ്ത്തുന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലില്ല, ഇനി ആരും എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. ഉണ്ടോ ഇല്ലയെന്ന് പോലും ഞാൻ പറഞ്ഞു തരില്ല, ഉമർ എന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ പേര് അതിലില്ല. യാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹുവിന് നമ്മളെക്കാളും എത്ര ഹബീബിനെ സ്നേഹിച്ച ആളാണെന്നറിയോ? ഉമർ തങ്ങൾ ഒരിക്കൽ തങ്ങളോട് പറഞ്ഞില്ലേ, നബി എനിക്ക് അങ്ങേ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ അങ്ങാണ്, എൻ്റെ മക്കളോ ഭാര്യ കുട്ടികളോ ഒന്നുമല്ല, എൻ്റെ മാതാപിതാക്കളുമല്ല, അങ്ങാണ് നബിയെ, എൻ്റെ തടി കഴിഞ്ഞ പറ്റില്ല ഉമറേ, നിങ്ങളുടെ ശരീരത്തിനു മുമ്പേ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, ഞാനാവണം ആദ്യം, എന്നാലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. അപ്പം അങ്ങനെ കുറച്ചേ നിന്നു. ഉമർ റളിയല്ലാഹു സത്യസന്ധനായിരുന്നു. സോപ്പിടാൻ വേണ്ടി പറയുകയാണെങ്കിൽ പറയാം, എന്നെക്കാളും അങ്ങേ തന്നെയാണ് ഇഷ്ടം, അത് പറഞ്ഞില്ല, ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു, എൻ്റെ തടി കഴിഞ്ഞാൽ നിങ്ങളാ നബിയെ. തങ്ങൾ പറഞ്ഞു, ലായ ഉമർ, പോരാ. കുറച്ചു നേരം നിന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ അൽ ആന അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ, ഇപ്പോഴാണ് ഉമറേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത്. ആ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിക്കുകയാണ്, കപടവിശ്വാസിയായി പോയിട്ടുണ്ടോ ഞാൻ? എനിക്ക് പേടിയാവുന്നു ഹുദൈഫ, എൻ്റെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്ന്. അപ്പം നമ്മളൊക്കെ എത്ര പേടിക്കണം പഠിച്ചവനെ, നമ്മളെത്ര ഭയപ്പെടണം. നമ്മുടെയൊക്കെ ഓവർ കോൺഫിഡൻസ് എന്നതിന് പറയാം, ഓവർ കോൺഫിഡൻസ്. അബദ്ധമല്ല ഇതിനർത്ഥം, കയ്യിലില്ല, പക്ഷെ ഭയങ്കര ആത്മവിശ്വാസമാണ്. നമ്മൾ റെഡിയാണ്, നമ്മൾ സ്വർഗത്തിലാണ്, ബാക്കിയുള്ളവരൊക്കെ നരകത്തേക്ക്, സ്വർഗത്തേക്ക് തന്നെയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൻ്റെ അഹ്ലുകാരെ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നസ്ആ ഇലൈഹ, നമ്മൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ആർക്കും ഉറപ്പിക്കാനായിട്ടില്ല. ഹബീബായ തങ്ങളുടെ സ്വഹാബിമാർ, തങ്ങൾ അവരൊക്കെ ജന്നത്തികളാണെന്ന് നബി തങ്ങൾ പറഞ്ഞതാ. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാനാണ് നബി തങ്ങൾ. വേറെയും സന്ദർഭങ്ങളിൽ ഉമറു ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പേടി, ഞാൻ കപട വിശ്വാസിയാണോ? ഹബീബായ തങ്ങൾ സ്വകാര്യം പറഞ്ഞു കൊടുത്ത സ്വഹാബിമാർ, അബ്ദുബ്നു ജഅഫർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഹബീബിൻ്റെ കൂടെ യാത്ര പോയ ദിവസം എന്നോട് ചില സ്വകാര്യങ്ങൾ ഹബീബ് പറഞ്ഞിരുന്നു. ആ സ്വകാര്യങ്ങൾ ഞാൻ ആർക്കും പറഞ്ഞു തരില്ല, ആരും എന്നോട് ചോദിക്കരുത്. പക്ഷേ എനിക്കുണ്ടായ 3 അനുഭവങ്ങൾ ഞാൻ പറയാം. കുൻതു റദീഫ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബിൻ്റെ സഹയാത്രികനായി ഒട്ടകപ്പുറത്ത് യാത്ര പോയൊരു ദിവസം ഞങ്ങൾ ആദ്യമായി ഒരു അൻസ്വാരിയുടെ തോട്ടത്തിലേക്ക് കയറിച്ചെന്നു. കയറിച്ചെന്നത് പരമാർത്ഥം ഒരു ഒട്ടകം ഹബീബിൻ്റെ നേരെ വന്നു. ആ ഒട്ടകങ്ങൾ തല ഉയർത്തിയിട്ട് നടക്കുക. ഹബീബിനെ കണ്ടപ്പോൾ ആ ഒട്ടകം തല കുനിച്ചുകൊണ്ടിങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒട്ടകത്തിൻ്റെ മുമ്പിലൂടെ അത് കടന്നു പോകുമെന്ന്. ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ നേർ മുമ്പിൽ വന്നപ്പോൾ ആ ഒട്ടകം അവിടെ നിന്നു, ഹബീബിൻ്റെ ഒട്ടകവും നിന്നു. ഞാൻ ബാക്കിലുണ്ട്.
എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് തങ്ങൾ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് ഈ ഒട്ടകം കഴുത്ത് വെച്ചു. ഞാൻ ബാക്കിൽ നിന്ന് കാണുന്നു, എൻ്റെ മുമ്പിൽ നബി തങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഞാൻ കണ്ടു. ഹബീബ് എന്തൊക്കെയോ പറഞ്ഞതിനെ തലോടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കണ്ണുകളും കവിളുകളും കഴുത്തും നബി തങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്നു. ഹബീബാ നബി തങ്ങളുടെ തലോടൽ കഴിഞ്ഞപ്പോൾ നബി വിളിച്ചു പറഞ്ഞു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ? ആരാണ്? ഒരു ശാബും മിനൽ അൻസ്വാർ, മദീനക്കാരനായ അൻസ്വാരിയായ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. ഞാനാ നബിയേ, ഇത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മിണ്ടാ പ്രാണിയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണമേ. ഇതെന്നോട് പറയുന്നുണ്ട്, നീ അതിന് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും അതിനെ ക്ഷീണിപ്പിക്കുമാർ പണിയെടുപ്പിക്കുന്നുണ്ടെന്നും അതെന്നോട് പരാതി പറയുന്നുണ്ട്. അള്ളാഹുവിനെ പേടിക്കണമേ. ഈ ഒട്ടകത്തിൻ്റെ മേൽ നിനക്കധികാരം തന്നതുപോലെ നിൻ്റെ മേൽ അധികാരമുള്ളവനാണ് അള്ളാഹു എന്ന് മിണ്ടാപ്രാണിയായ ഒട്ടകം ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞത് ഞാനതിന് സാക്ഷിയാണ് എന്ന് അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അതൊരു ഒട്ടകമാണ്. ഒരു ഒട്ടകത്തെ പട്ടിണിക്കിടുന്നതും ഒരു ഒട്ടകത്തിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യിപ്പിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാവില്ല എങ്കിൽ, സ്വന്തം കമ്പനിക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് മനുഷ്യത്വപരമായ ദയാവായ്പകളും കരുണയും കാണിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുകയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാഠങ്ങളില്ലേ ഇതിൽ, പഠിക്കാനില്ലേ ഇതിൻ്റെ ഉള്ളിൽ? കരുണ വേണം. മിണ്ടാ പ്രാണികളോടാണെങ്കിലും കരുണ വേണം. ഇമാം അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീത്ത് പണ്ഡിതന്മാർ സ്വഹീഹുൻ അലാ ഷർത്തി മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിലെ ഷർത്ത് പോലെ ഇമാം മുസ്ലിം എന്നവരുടെ കണ്ടീഷൻ അനുസരിച്ച് സ്വഹീഹായ ഹദീഥാണിത്. ഒട്ടകം കരഞ്ഞത്, ഹബീബിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞത്, ഇതിന് ഞാൻ സാക്ഷിയാണ് എന്ന് മഹാനായ അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ്. ഞങ്ങൾ വീണ്ടും കടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങളും ഞാനും യാത്ര പോയി. മരുഭൂമിയിൽ എവിടെയോ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ പുണ്യ നബി തങ്ങൾ ഇവിടെ കിടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ, അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച മൊബൈൽ ഫോൺ കഴിഞ്ഞാൽ പിന്നെ വലിയ അത്ഭുതം 20-ാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച വലിയൊരു അത്ഭുതം GPS ആണല്ലേ. നമുക്ക് എങ്ങോട്ട്, ഞങ്ങളിപ്പോൾ അമാറാത്തിലേക്ക് വരുമ്പോൾ അഷ്റഫ് ഖാൻ അദ്ദേഹം GPS ഓണാക്കിയിട്ടാണ് പോരുന്നത്. തൻസീറുണ്ട്, ഉസ്താദ് കൂടെ ഉണ്ട്, നമ്മൾ ഷക്കീർ ഹുസൈൻ ഫൈസി ഉസ്താദ് കൂടെ ഉണ്ട്. ഞങ്ങൾ പറയായിരുന്നു വലിയ അത്ഭുതമല്ലേ. അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ റോഡ് സൈഡിൽ ആളെ നിർത്തണ്ടേ, ആ മഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഒരാൾ, പച്ച ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് വേറെ ആൾ, ഇപ്പുറത്തെ ജംഗ്ഷൻ മരത്തിൻ്റെ വീട്ടിൽ വേറെ ഒരാൾ, അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു, യാ അല്ലാഹ് നമ്മൾ എത്തുന്നു കൂളായിട്ട്. പുണ്യനബി യാത്ര ചെയ്ത യാത്രകൾ ആലോചിച്ച് നോക്കി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 550 കിലോമീറ്റർ എടുത്തിട്ടാണ് ആ യാത്ര. എന്തേ? ഒരു ഷോർട്ട് കട്ടും കിട്ടൂല, GPS ഇല്ല, ഫാസ്റ്റ് റൂട്ട് കിട്ടൂല, ഹൈവേ കിട്ടാനില്ല, പഞ്ചായത്ത് റോഡ് കിട്ടാനില്ല. സ്വഹാബികൾ യാത്ര ചെയ്തു. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കോക്കാരൻ ലോകം മൊത്തം ചുറ്റി കപ്പലിലൂടെ, GPS ഇല്ല. മെഗലൻ യാത്ര ചെയ്തു, കൊളംബസ് യാത്ര ചെയ്തു. മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായി നബച്ചുകളായ അറബികൾ യാത്ര ചെയ്തു. യമനികൾ കേരളത്തിലേക്ക്, പയ്യോളിയിലേക്കും കോഴിക്കോട്ടേക്കും കൊടുങ്ങല്ലൂരിലേക്കും കൊച്ചിയിലേക്കും യാത്ര ചെയ്തു. GPS ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ റേഞ്ചില്ലെങ്കിൽ പേടിയാവുന്ന കാലമാണ് അല്ലേ. അതിൽ ബാറ്ററി തീർന്നാൽ പേടിയാണ്. അന്ന് നടത്തിയ യാത്രകൾ നമ്മൾ ആലോചിക്കണേ. നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലാണ്. അല്ലാഹുവേ, ഈ നിഅമത്തൊക്കെ ദുനിയാവിൽ തന്ന് നാളെ പരലോകത്ത് ഒന്നുമില്ലാതായി പോകുന്നൊരവസ്ഥ റബ്ബേ വരുത്തരുതേ തമ്പുരാനെ. ഉജ്ജലത്തിലക്കും നിങ്ങളുടെ ഹസനാത്തുക്കും നിങ്ങളുടെ നന്മകളൊക്കെ ദുനിയാവിൽ തന്ന് തീർന്നല്ലോ എന്ന് അല്ലാഹു പറയാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബേ. എന്താ അന്നത്തെ ഞാൻ ഒരു കാര്യം പറയണേ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പണ്ട് കാലത്തെ ഒരു രാജാവ്, കിങ് അല്ലെങ്കിൽ രാജ്ഞി, പെണ്ണുങ്ങളെ കേട്ടോളി,
ഒരു രാജ്ഞിയായ പെണ്ണിനോ ഒരു രാജാവായ ആണിനോ കിട്ടാത്ത സുഖം, സൗകര്യം ഇന്നൊരു സാധാരണക്കാരനില്ലേ? രാജാവിന് ഫാനില്ലെന്ന് ഉണ്ടോ? ഫാനില്ല, എ സി ഇല്ല. ചൂരെടുത്താൽ വിശറിക്കൊടുക്കാൻ ആളുണ്ടാവും. പക്ഷെ കിടന്നുറങ്ങണ നേരത്തെ ബെഡ്റൂമിൽ ആളെ നിർത്താൻ പറ്റുമോ? പറഞ്ഞേക്കണ്ടേ? രാജാവിന് ഒറ്റയ്ക്ക് വിഷണ്ടേ? ബാത്റൂം ഉണ്ടോ? ഇന്നത്തെ സൗകര്യം ഫ്ലഷ് ചെയ്തിട്ട് ക്ലീനായി പോകുന്ന ബാത്റൂം ഉണ്ടോ രാജാവിന്? എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് അറിയോ? നമ്മൾ ആ സൗകര്യം ജനിച്ചപ്പോഴേ കാണാൻ തുടങ്ങിയപ്പോൾ അതിന് വിലയില്ലാണ്ടായി പോയതാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന നിഅമത്ത് വലുതല്ലേ? അന്നത്തെ ഒരു രാജാവിന് കിട്ടാത്ത സുഖത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അല്ലേ? ഒരു ഫാൻ ഉണ്ടായാൽ തന്നെ. അല്ലാഹുവേ, തിരിച്ചു വരാം. അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ മരുഭൂമിയിൽ എവിടെയോ, റൂട്ടറിയില്ലല്ലോ, മരുഭൂമിയിൽ എവിടെയോ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. എൻ്റെ ഇടയ്ക്കൊരു ചരിത്രം പറയാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. യാത്ര പോകുമ്പോഴേ തങ്ങളുടെ കൂടെ യാത്ര ചെയ്ത പഴയകാല റൂട്ടുകൾ ചിലപ്പോൾ ഓർമ്മ വരും. അന്നേരം മഹാനവറുകൾ ആ ഒട്ടകത്തെ, റൂട്ട് ഇതിലായിരിക്കും, നേരെ വഴി ഇപ്പോൾ ഇതിലായിരിക്കും, പക്ഷെ തങ്ങൾ പോയത് ഇതിലെയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അബ്ദുല്ലാഹി ഉമർ എന്നൊരു ഒട്ടകത്തിൻ്റെ കാന യുസിനി ജമല, തൻ്റെ ഒട്ടകത്തെ അങ്ങോട്ട് തിരിക്കും, സ്റ്റിയറിങ് തിരിക്കും, എന്നിട്ട് ആ ഒട്ടകത്തെ വഴിമാറി കൊണ്ടുപോകും. അപ്പോൾ ആളുകൾ ചോദിക്കും, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ റളിയല്ലാഹു അൻഹുമാ ചൊല്ലണം, റളിയല്ലാഹു അൻഹുമാ, അവരും വാപ്പയും സ്വഹാബിയാണ്, ഉമർ എന്നവരുടെ മോനായത്, ഇതിലല്ലേ വഴി, എന്തിനെ ഇപ്പുറത്തുകൂടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ കൊടുക്കുന്ന മറുപടിയുണ്ട്, ലഅല്ല ഖുതൻ തുവാഫിഖു ഖുതാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പുകളെങ്ങാനും ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ തട്ടിയ ഭാഗം ഒന്ന് തട്ടിക്കിട്ടിയാലോ? ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ ഇതിലെ നടന്നു പോയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ കാൽപ്പാടുകൾ ഈ വഴിയിലൂടെ ഉണ്ടായിരുന്നു. അത് എന്നോ തേഞ്ഞുമാഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ആ ഒട്ടകം ചവിട്ടിയ സ്ഥലത്ത് എൻ്റെ ഒട്ടകം കാലുകുത്തുകയാണെങ്കിൽ അതെനിക്ക് അനുഗ്രഹമല്ലയോ, ബറക്കത്തല്ലയോ എന്ന് പറഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സ്വഹാബികൾ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് നബിയെ. ഇതിനിപ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, നബി തങ്ങൾ ചെയ്യാൻ പറഞ്ഞതാണോ ഇത്? എൻ്റെ ഒട്ടകം പോയെടുത്ത് കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ തങ്ങൾ? അത് സ്നേഹമാണ്. അതിന് അതിർവരമ്പുകൾ വെക്കല്ല. അത് ഇന്ന് വേണ്ട നാളെ മതി പറയല്ല. ഇന്ന് ചെയ്താൽ ബിദ്അത്ത്, നാളെ ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെ പറയല്ല. ഇത് സ്നേഹമാണ്, ഇത് മഹബ്ബത്താണ്. ശറഇന് വിരുദ്ധമായതൊന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ. അതുണ്ടെങ്കിൽ പാടില്ല. ഹബീബിൻ്റെ മധുഹം, ഹബീബിൻ്റെ മഹബ്ബത്തുമുണ്ടാകുന്ന കാര്യങ്ങൾ പറയുന്നത് അതുപോലും ഇല്ലെങ്കിൽ നമ്മളെ എന്തിനാ പറ്റുക? നമ്മൾ എന്തിനാ പറ്റുക? ആ ഈത്തപ്പനയോളം ഉണ്ടോ പിന്നെ നമ്മൾ? ജീവനില്ലാത്ത ഈത്തപ്പനക്ക് തോന്നിയ സ്നേഹം നമുക്ക് തോന്നുന്നുണ്ടോ? ഹബീബിനെ കാണണമെന്ന് കൊതി വരുന്നുണ്ടോ? ഹസൻ അൽ ബസ്രി തങ്ങൾ ചോദിക്കുകയാണ്. ഹദീസിലേക്ക് തിരിച്ചു വരാം. ഞാനും ഹബീബായ നബിയും മരുഭൂമിയിൽ എവിടെയോ വിശ്രമിക്കാനിരിക്കുന്നു. പകൽ സമയമാണ്. നമ്മുടെ ഷെയ്ഖ് ഉസ്താദ് അവിടെ ഉണ്ടല്ലോ, നിങ്ങളിങ്ങോട്ട് വരി, സ്റ്റേജിലേക്ക് വരി. ഉസ്താദ് ഒരു മൗലിദ് പരിപാടി കഴിഞ്ഞിട്ട് വരികയാണ്. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹ്. 999 മസ്കത്തിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. അതിന് മുമ്പുണ്ട് ഉസ്താദ് അവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആയുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ ചിരി അന്നുണ്ട് ഇതേപോലെ തന്നെ, ആ തടി അതേപോലെ തന്നെ. ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ കാലമായി. മാഷാ അല്ലാഹ്, അള്ളാഹു ബാറക്കല്ലാഹ്, അവർക്ക് എത്തിക്കട്ടെ. അന്ന് വരി കൊണ്ടുപോയി ചായയും ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, അവരല്ലേ അവിടെ മത്രയിൽ? അൽഹംദുലില്ലാഹ്. മൂന്ന് കാര്യങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞു അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അതിൽ രണ്ടാമത്തേത്, ഞാനും ഹബീബായ നബിയും മരുഭൂമിയിൽ എവിടെയോ ഇറങ്ങി വിശ്രമിക്കുമ്പോൾ തണലില്ല, എ സി ഇല്ല, ഫാനില്ല. ഒരു വൃക്ഷം അതിൻ്റെ തടിയോടുകൂടെ ജീവനുള്ള ഒരു വൃക്ഷം ഞങ്ങളുടെ അരികത്തേക്ക്, ഹബീബിൻ്റെ അരികത്തേക്ക് മണ്ണ് കീറി വരുന്നത് ഞാൻ കണ്ടു എന്ന് അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് എന്നവർ, ഇമാം ഹൈസമി, ഇമാം തൊബറാനി ഇവരെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ആധുനിക ഹദീസ് പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അൽബാനി അടക്കം സ്വഹീഹാണ്, സ്വഹഹുൽ അൽബാനി എന്ന്, അൽബാനി സ്വഹീഹാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ അതിലേക്ക് പോകല്ല. അവർക്ക് വരെ നിഷേധിക്കാൻ പറ്റൂല സ്വഹഹു